ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഭക്തന്മാരുടെ നിസ്വാർത്ഥമായിട്ടുള്ള സൽക്കർമ്മങ്ങള്, അതുപോലെ തന്നെ നിഷ്കാമമായിക്കൊണ്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതായിട്ടുള്ള ബ്രാഹ്മണര് എല്ലാ ലൗകിക ജീവിതങ്ങളെയും മാറ്റിവെച്ച് ലോകനന്മയ്ക്ക് വേണ്ടിയിട്ട് പല ദേശത്തിലായി സദാസമയവും ധ്യാനം ചെയ്യുന്നതായിട്ടുള്ള ഋഷീശ്വരന്മാര്, ഇങ്ങനെയുള്ളവരുടെയൊക്കെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ കലികാലത്ത് ഇതുപോലെ നമുക്ക് ഒത്തുകൂടുവാനും ഈശ്വര വിചാരം ചെയ്യുവാൻ ഒക്കെ സാധിക്കുന്നുവെങ്കിൽ അവരുടെ ഒക്കെ പാദങ്ങളില് സംസ്കൃത ഈ സുപ്രഭാതത്തെ വരവേൽക്കാം. ഭാഗവതം നമ്മളെ കാണിച്ചു തരുന്നത് എന്നും എപ്പോഴും എല്ലാ കാലത്തും നമ്മൾ ഒറ്റയ്ക്കാണ് എന്നുള്ളതാണ്. നമുക്ക് ധാരാളം ബന്ധുക്കളുണ്ടെന്ന് പറഞ്ഞോ, ധാരാളം സുഹൃത്തുക്കളുണ്ടെങ്കിലും ധാരാളം സമ്പത്തുണ്ടെങ്കിലും ഇതുകൊണ്ടൊന്നും ശാശ്വതമായിട്ടുള്ള ഒരു തീരുമാനമല്ല എന്നുള്ളത് സത്യമാണ്. ഈ ഒരു സത്യത്തെ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കണം. നമ്മൾ ധരിക്കും ധാരാളം ബന്ധുക്കളുണ്ട്, ധാരാളം സുഹൃത്തുക്കളുണ്ട്, അവരൊക്കെ എത്ര സുഖമായിട്ട് കഴിയുന്നു, ഞാൻ ഒറ്റയ്ക്കാണല്ലോ ഈശ്വര. ഇതേ അവസ്ഥ എല്ലാവരുടെ ഒരുപോലെയാണ്, അതിലൊരു മാറ്റവും ഇല്ല എന്നുള്ളതാണ്. നമ്മൾ ഒറ്റയ്ക്കാണ്, പക്ഷെ നമ്മൾ ഒറ്റയ്ക്കാണോ? അല്ല. നമ്മളുടെ കൂടെ ജഗതേക ബന്ധുന ഒരൊറ്റ ഒരു പിടുത്തം മാത്രമേ ഉള്ളൂ സത്യത്തില്. അതെല്ലാവർക്കും ഒരുപോലെയാണ്. ഈ വ്യത്യാസം നമ്മള് ഏറ്റക്കുറച്ചിലുകൾ കൊണ്ടാണ് നമ്മളുടെ ഈ വേവ് ലെങ്ത് അല്ലെ, മനസ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ്. അല്ല, എന്നേക്കാളും കൂടുതലുണ്ടോ അവർക്ക്? എന്നെക്കാളും സൗകര്യങ്ങൾ കൂടുതൽ അവർക്ക് ഉള്ളതുകൊണ്ട് കുറച്ച് സുഖം കൂടുതൽ? അങ്ങനെ ഇല്ല. സുഖം 100% ഉണ്ടെങ്കിൽ അതേ 100% ദുഃഖം ഇപ്പറയുണ്ടെന്നുള്ളത് നമ്മൾ ഓർക്കുക. അപ്പൊ നമ്മൾ എപ്പോഴും എന്താണ്, നമ്മളുടെ ദുഃഖവും മറ്റുള്ളവരുടെ സുഖവും ആയിട്ടാണ് നമ്മൾ താരതമ്യം ചെയ്യുന്നത് അവിടെ. ഇത് നേരെ തിരിച്ചു നോക്കൂ. എത്രയൊക്കെ ഭാഗ്യങ്ങൾ ഗുരുവായൂരപ്പന് ഞങ്ങൾക്ക് കൊണ്ട് തന്നിട്ടുണ്ട് ഇല്ലേ? എത്ര ദുഃഖം അനുഭവിക്കുന്നവരെ കുറിച്ച് നോക്കുമ്പോഴത്തേക്കും അപ്പൊ നമ്മൾ നേരെ ഉൾട്ടയായിട്ട് ചിന്തിക്കുക. നമ്മളുടെ ദുഃഖത്തെ കുറിച്ച് കേമായിട്ട് അല്ലെ പൊക്കി പൊക്കി പറയും എല്ലാവരും. ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് വയ്യാണ്ടായി, എന്റെ അല്ലെ എല്ലാം കൊണ്ടും എനിക്ക് തീരെ വയ്യ, അതാണ് ഇതാണെന്നൊക്കെ പറയും. അതിന് പകരം മറിച്ചൊന്ന് തിരിച്ചു പറഞ്ഞൊന്ന് നോക്കൂ, നമുക്ക് എന്തെന്നില്ലാത്ത ഒരു ആനന്ദം. അവിടെയാണ് യഥാർത്ഥത്തില് ഈശ്വര വിശ്വാസം ഉറപ്പാകുന്ന അവിടെ. കാരണം നമുക്ക് വിഷമാണെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള ഈശ്വര ശരിയല്ല എന്നുള്ളത്. ഈശ്വരനെ നമ്മുടെ ഉള്ളിലിരിക്കുന്നത്, നമ്മളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നത്. ഈശ്വരനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഈശ്വരനെ ഉറപ്പിച്ച് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് കിട്ടിയതായിട്ടുള്ള അല്ലെ ആ സുഖത്തെ മാത്രം കണ്ടുകൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് നമുക്ക് ആ കണ്ണനെ വീണ്ടും 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 നമ്മളുടെ മനസ്സിൽ താലോലിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോഴേ നമുക്ക് നമ്മളുടെ ഉള്ളിലുള്ള കണ്ണനെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ, മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിപ്പം തിരിച്ച് നമ്മളെന്താണ്, നമ്മളുടെ ദുഃഖത്തെ പൊക്കി പറയും, മറ്റുള്ളവരുടെ കാണുകയും ചെയ്യുമ്പോഴേക്കും എന്തതില്ലാത്ത, അപ്പൊ നമുക്ക് ഒരിക്കലും നമ്മളുടെ കണ്ണനെ കാണാൻ സാധിക്കുന്നില്ല. അവിടെ കണ്ണനെ കാണാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്ക് നമ്മളുടെ ഉള്ളിലൊരു ശുദ്ധതയുണ്ട്, ശുദ്ധഭാവമുണ്ട് നമുക്ക്. പക്ഷെ നമ്മൾ ആ ഭാവം മുഴുവൻ എന്താണ്, നമ്മൾ ആ ഭാവത്തെ മുഴുവൻ എന്ത് ചെയ്തു? നമ്മൾ അതിനെ മുഴുവൻ മറച്ചു വെക്കുകയാണ് ശരിക്ക്. അങ്ങനെ മറച്ചു വെക്കാതെ ഈ ഭാവത്തെ, ആ ഉള്ളിലുള്ള ആ തേജസാർന്ന ആ കണ്ണന്റെ ഭാവത്തെ പുറത്തേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. അതിനെന്താ വേണ്ടത്? നമ്മളുടെ പുറമേയുള്ള ഈ മനോഗതികളാകുന്ന അല്ലെങ്കിൽ വിചാരഭേദങ്ങളാകുന്ന ആ തെറ്റായിട്ടുള്ള ധാരണകളെ മുഴുവൻ നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് ശുദ്ധമായിട്ടുള്ള ഒരു ഭാവത്തോടുകൂടി ചിന്തിക്കും. ഭാഗവതം ഒന്ന് മാത്രമേ പറയുന്നുള്ളൂ, നിങ്ങളുടെ മനസ്സിനെ ഒരിക്കലും നിയോഗിക്കരുത്. അപ്പൊ ഇനി ആരോടെങ്കിലും നമ്മൾ ചെന്ന് എനിക്ക് വിഷമാണ് കേട്ടോ എന്ന് പറഞ്ഞാല് പൊട്ടത്തരാ അത്.
ഭാഗവതം മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അയാൾ പറയും അത് തന്റെ കുഴപ്പം കൊണ്ട് തന്നെയല്ലേ, താനല്ലേ തന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നത്, വേറെ ആരെങ്കിലും ആണോ? അല്ല. അപ്പൊ നമ്മളുടെ ഇന്ദ്രിയങ്ങള്, നമ്മളുടെ ബുദ്ധി, നമ്മളുടെ മനസ്സും നമ്മളുടെ ബുദ്ധി നമ്മളുടെ ഇന്ദ്രിയങ്ങളുമാണ് നമ്മളെ വേദനിപ്പിക്കുന്നത്. വേറെ ആരെ വേദനിപ്പിക്കാനുള്ളത്? വേറെ ആരും വേദനിപ്പിക്കാനില്ല. പക്ഷെ നമ്മൾക്ക് തോന്നലാണ് മറ്റുള്ളവരാണ് എന്നെ വേദനിപ്പിക്കുന്നത്. തിരിച്ചു ചിന്തിക്കൂ. എന്റെ ദുഃഖത്തെ വിട്ട് എനിക്ക് എത്ര കൊണ്ട് സുഖം. ഒന്നുമില്ലെങ്കിലും ഗുരുവായൂരപ്പന് ഈ ഒരു അവസ്ഥയില് എനിക്ക് ഗുരുവായൂരപ്പനെ കുറിച്ച് ചിന്തിക്കാനെങ്കിലും ഒരു എന്താണ് മനസ്സ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ. അങ്ങനെ ചിന്തിക്കുക. എത്ര നല്ല കാര്യങ്ങൾ നമുക്ക് ഭഗവാൻ തന്നിട്ടുണ്ട്. അതൊന്നും അതൊക്കെ മാറ്റിവെക്കും. എന്നിട്ടോ വേദന മാത്രം പറഞ്ഞ് കുറ്റപ്പെടുത്താൻ എത്ര എന്ന് ആലോചിച്ച് നോക്കും അല്ലെ. എത്ര ഇതൊന്ന് തുലാസ് വെച്ച് ഒന്ന് തൂക്കി നോക്കിക്കഴിഞ്ഞാല് ഭഗവാൻ തന്നതിന്റെ ഒരു ലെവലേശം പോലും, 1% പോലും ദുഃഖം എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടോന്ന് തോന്നുന്നില്ല. അങ്ങനെ ചിന്തിക്കുമ്പം ഒരിക്കലും നമ്മൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അവിടെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്തായി? അപ്പം നമ്മളുടെ സുഖത്തെ, ഈ ഇന്നത്തെ ഏറ്റവും വലിയൊരു ആചാര്യം മൊഴി അതാണ്. നമ്മളുടെ സുഖത്തെ മാത്രം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് മറ്റുള്ളവരുടെ ദുഃഖത്തെ കണ്ട് അവരെ നമ്മളുടെ സുഖത്തോടു കൂടി അല്ലെങ്കിൽ സുഖത്തിലേക്ക് എന്താണ് കൂട്ടിക്കൊണ്ട് വരുവാൻ വേണ്ടിയിട്ടുള്ള ഒരു മനോഭാവം, അപ്പോഴാണ് നമുക്ക് മനോഭാവം ഉണ്ടാകുന്നത് അല്ലേ. അപ്പം മറ്റുള്ളവരുടെ സന്തോഷമാണ് ആരുടെ സന്തോഷം? നമ്മുടെ സന്തോഷം. ഈ ഒരു പോളിസി നമുക്ക് എടുക്കാൻ സാധിച്ചാല് നമ്മളുടെ ദുഃഖമൊന്നും നമ്മളെ അവിടെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. എത്ര ആധ്യാത്മികമായിട്ടുള്ള എത്ര രീതിയിൽ നമ്മളെ ഇത് മനസ്സിലാക്കി തരുന്നു ശരിക്കും. ഒരിക്കലും ഈ ബന്ധങ്ങൾ എപ്പോഴും ഇല്ലാണ്ടാവും. ബന്ധങ്ങൾ എന്ന് പറയുന്നത് അത് ശാശ്വതമല്ല എന്നുള്ളത് അത് നേരത്തെ തന്നെ നമുക്ക് ഉറപ്പിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് ഉറപ്പിച്ചതായിട്ടുള്ള ശാശ്വതമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് ഇന്ന് നമ്മളുടെ കൂടെ ഇരിക്കുന്ന ആ ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങൾ ഇനി എവിടെയൊക്കെ പോയി അന്വേഷിച്ചോളൂ. എത്ര ബന്ധുക്കൾ ഉണ്ടായാലും എത്ര പണം ഉണ്ടായാലും നീ തൻ്റെ ഏറ്റവും പ്രാണനാഥനായിട്ടുള്ള ഭർത്താവായിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, നെവർ, ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ആശ്രയം ഒരിക്കലും ഉണ്ടാവില്ല. അതെല്ലാവർക്കും ഒരുപോലെയാണ്. അതാണ് ഈ പറയുന്നത്. എല്ലാവരും വിചാരിക്കും അല്ല അവിടെ ഇപ്പൊ എല്ലാവരും ഉണ്ടല്ലോ, ഞാനിവിടെ ആരും ഇല്ലാതെ ഒരുമിച്ച് ഒറ്റയ്ക്ക്, അങ്ങനെ ഇല്ലാന്ന്. ഇതേ അവസ്ഥ എല്ലാവർക്കും ഒരുപോലെയാണ്. ഈ സത്യം നമ്മള് മറച്ചു വെക്കുമ്പോഴാണ് നമുക്കത് ദുഃഖമായിട്ട് കാണുന്നത്. അങ്ങനെയില്ല, എല്ലാവർക്കും ഒരേ ഒരവസ്ഥ. ഓരോ ജീവനും ആ ജീവനും ഈശ്വരനുമായിട്ടുള്ള, ആ ജീവനും സാക്ഷിയായിട്ടുള്ള ആത്മചൈതന്യമായിട്ടുള്ള ഒരു ബന്ധം മാത്രമേ ഉള്ളൂ ഈ ലോകത്ത്. യാതൊരു സംശയമില്ല. ആർക്കും നമ്മളെ രക്ഷിക്കാനും പറ്റില്ല. നമ്മളോട് എപ്പോഴും ഒട്ടി നിൽക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ബന്ധുക്കൾ എന്ന് വിചാരിച്ചോണ്ട് ഒരു കാര്യമില്ല. പുറമേ ഇങ്ങനെ ഒട്ടി നിൽക്കാന്നുള്ള അല്ലാതെ വേറെ ഒരു കാര്യമില്ല. അല്ലാതെ ഒരിക്കലും ഒട്ടാനോ രക്ഷിക്കുവാനോ അത് നടക്കില്ല. അത് നടക്കുന്ന ഒരൊറ്റ വ്യക്തി ആരാണ്? അത് കണ്ണനാണ് എങ്കിൽ അവിടെ തന്നെ മുറുക്ക പിടിച്ചോളുക. അവിടെ ആശ്രയം എന്നും ഉണ്ടാവും. നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ദുഃഖം കൂടിക്കൂടി വരികയും ചെയ്യും. നമുക്ക് ഈ ദുഃഖത്തെ കുറിച്ച് ഇങ്ങനെ താലോലിച്ച് വെക്കുകയും ചെയ്യും. ഈ ദുഃഖത്തെ താലോലിക്കുമ്പോൾ പറ്റുന്ന എന്താ? ദുഃഖത്തെ താലോലിക്കുമ്പോൾ നമ്മുടെ കണ്ണനെ മറന്നു പോവുകയാണ്. ഈശ്വരനെ മറന്നു പോവാ നമ്മളവിടെ. ഈശ്വരനെ മറന്നു പോകുമ്പോഴോ പിന്നെ ദുഃഖത്തിന് വല്ല കുറവുണ്ടാവുമോ? അത് പിന്നെയും കൂടിക്കൊണ്ടിരിക്കും. എന്നിട്ട് അതിൽ നിന്ന് ആ സംസാരത്തിൽ ഇങ്ങനെ കിടന്ന് അല്ലെ നരകിക്കുക എന്നുള്ള, ഇതാണ് നരകം. വേറെ നരകമൊന്നുമല്ല, ഇതാ നരകം ശരിക്കും. എന്തിനാ വെറുതെ ഈ നരകത്തിനായിരിക്കും പോകുന്നത്? അതെല്ലാം വിട്ട് കണ്ണൻ തന്നതായിട്ടുള്ള സുഖങ്ങളെ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് ഇനിയും കണ്ണ മറ്റുള്ളവർക്ക് കാണുന്നതായിട്ട് നമ്മളെക്കായാലും എത്രയോ ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അവരെ നമ്മളോളം ഉയർത്തുവാൻ വേണ്ടി നമുക്ക് എത്ര കണ്ട് നമുക്ക് സഹായിക്കാൻ സാധിക്കും. അപ്പം ഒരിക്കലും നമുക്ക് ഇവിടെ നെഗറ്റീവായിട്ടുള്ള ഒരു മനോഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാതിരിക്കുക. പ്രധാനമായിട്ട് ചെയ്യേണ്ട വേറൊന്നുമില്ല, നമ്മളുടെ മനസ്സിനെ വേദനിപ്പിക്കാൻ നമ്മൾ തയ്യാറാവരുത്. തിരുമേനി കൊള്ളാമല്ലോ ആള്, നമ്മളുടെ മനസ്സിനെ നമ്മളാണോ വേദനിപ്പിക്കുന്നത്? നമ്മളാണേ, യാതൊരു സംശയമില്ല. ഒരു വസ്തുവിനെ എടുത്തു കഴിഞ്ഞാല് രണ്ട് ഭാവത്തിൽ നമുക്ക് കാണാൻ സാധിക്കുമോ? പോസിറ്റീവായിട്ട് നമുക്ക് കാണാം, നെഗറ്റീവായിട്ട് കാണാം അല്ലേ. അപ്പൊ എന്തായി? ആ പോസിറ്റീവായിട്ട് ചിന്തിക്കുക അതിനെ അല്ലെ. ഇപ്പം ഇന്ന് അമ്മമാർക്ക് ഏറ്റവും വലിയ വിഷമം, ആ ഭാഗവതത്തിന്റെ അധ്യായം തിരുമേനി എന്നോട് പറഞ്ഞില്ലല്ലോ വായിക്കാൻ.
വലിയ വിഷമായി അത്. ചിന്തിക്കുക, ഒന്നുമില്ലേലും മറ്റുള്ളവർക്ക് വായിക്കാൻ അത് അവസരം കിട്ടിയല്ലോ, എനിക്ക് കേൾക്കാൻ സാധിക്കുമല്ലോ, എനിക്ക് കൂടെ ഇരുന്ന് വായിക്കാൻ എത്ര എത്ര പെട്ടെന്ന് നമുക്ക് അതിന്റെ ആൻസർ കിട്ടി അവിടെ. ഈ രീതിയിൽ അല്ലെങ്കിൽ എന്താ പറ്റുന്നത്? അല്ലെങ്കിൽ എന്താ പറയുക, ഇതിനി അങ്ങോട്ടും അല്ലെ തിരുമേനിയെ കാണുന്നത് വരെ ഈ ഒരു വിഷമം ഇങ്ങനെ ഉള്ളിൽ കടന്ന് വിഷമം ഇങ്ങനെ കഴിക്കും. എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? വല്ല കാര്യമുണ്ടോ ആ വിഷമത്തിന്? ഒരു കാര്യമില്ല. അപ്പൊ ആ വിഷമം ഇതുപോലെ ഇത് വെറും സിമ്പിൾ. ഇതുപോലെ എത്രയോ വലിയ വലിയ വിഷമങ്ങൾ നമ്മൾ വെറുതെ എടുത്ത് തലയിലേക്ക് എടുത്തു വെക്കുന്നു. ഒരാവശ്യമില്ല. വിഷമങ്ങളെയൊക്കെ പമ്പ കലക്കുക, അതിനെയൊക്കെ പറത്തി കളയുക. നമുക്ക് എത്ര 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 സന്തോഷത്തോടു കൂടി നമുക്ക് കിട്ടിയതായിട്ടുള്ള ഐശ്വര്യങ്ങൾ അല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് മാത്രം ചിന്തിച്ചാ പോരെ? എല്ലാവരോടും നല്ല വാക്കുകൾ പറഞ്ഞ്. അപ്പൊ എന്താ, ഈ നമ്മൾ സന്തോഷിച്ചാലുള്ള ഏറ്റവും വലിയ ഗുണം എന്താണ്? നമ്മൾ സന്തോഷിച്ചാൽ മറ്റുള്ളവർ സന്തോഷിക്കും. അത് വലിയൊരു ദാനമല്ലേ അത്? അല്ലേ? ഏകാദശത്തിൽ പറഞ്ഞ എന്താണ്? ദണ്ഡ എന്താ ദാനം എന്ന് പറയുന്നത്? എന്താണ്? ദണ്ഡ പരോദാന അല്ലെ, നിവൃത്തി എന്ന് പറഞ്ഞാല് മറ്റുള്ളവർ വേദനിക്കാതെ നമുക്ക് കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുക, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ സാധിക്കുമോ? അത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ദാനം. നിങ്ങൾ എത്ര പണം കൊടുത്താലും പശുദാനം ചെയ്താലും ഒന്നും കാര്യമില്ല. പക്ഷെ അതിലൊക്കെ മുകളിൽ നിൽക്കുന്ന ദാനം എന്ന് പറയുന്നത് എന്താണ്? എല്ലാവരെയും സന്തോഷിപ്പിക്കുക. വേണ്ട, ഒരു ചെറിയ പുഞ്ചിരി. ഇതല്ലേ നമ്മുടെ കണ്ണൻ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്? അല്ലേ? കൃഷ്ണതത്വം എന്താണ് ശരിക്ക്? എല്ലാവരെയും ചിരിച്ചുകൊണ്ട് വരവേൽക്കാൻ നമുക്ക് സാധിക്കണം. എത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടായിക്കോട്ടെ, ഈ ബുദ്ധിമുട്ടുകളൊന്നും നമ്മളെ അറിയിക്കുന്നില്ല. നമ്മളെ അറിയിക്കുന്നത് നമ്മൾ അതിനെ താലോലിപ്പിക്കുമ്പോഴേ ഉള്ളൂ. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ നമ്മളുടെ സുഖത്തെക്കുറിച്ച് മാത്രം ഒന്ന് ചിന്തിച്ചു നോക്കൂ. എന്തെന്നില്ലാത്തൊരു ആനന്ദം മാത്രമേ നമുക്കുള്ളൂ. അങ്ങനെയാകുമ്പോ നമുക്ക് ഇല്ലേ, നമ്മളുടെ മനസ്സിൽ എന്താണോ അതായിരിക്കും നമ്മുടെ മുഖത്ത് കാണുന്നത് പറയാറുണ്ട് അല്ലേ? ശരിയല്ലേ? അപ്പൊ നമ്മുടെ മനസ്സിൽ എന്താണ്? ആനന്ദവും സന്തോഷവും നിറച്ചു കഴിഞ്ഞാല് നമ്മുടെ മുഖത്ത് അറിയാതെ ആ പുഞ്ചിരി വന്നോളും. പുഞ്ചിരി വരുത്തിയാൽ അത് അറിയാനും പറ്റും അല്ലേ? ചിരിക്കുന്നതൊക്കെ കൊള്ളാം, എന്തോ ഉള്ളിലുണ്ട് എന്ന് നമ്മൾ പറയാറില്ലേ? മുഖലക്ഷണം കണ്ടാല് എന്തോ ഉള്ളിൽ കിടന്ന് കറങ്ങുന്നുണ്ട് എന്ന് പറയും. അത് കറങ്ങാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളുടെ മനസ്സ് ഫ്രീ ആക്കുക. നമ്മളുടെ മനസ്സിൽ ആനന്ദം മാത്രം, സന്തോഷം മാത്രം നിറയ്ക്കുക. അപ്പൊ നമുക്ക് ഒരിക്കലും ദുഃഖം നമ്മളെ അവിടുന്ന് വേദനിപ്പിക്കുന്നില്ല. അവിടെ ദുഃഖമല്ല, മറ്റുള്ളവരുടെ ദുഃഖത്തെ കാണൂ. അപ്പൊ നമ്മുടെ ദുഃഖം ഒന്നുമില്ല അവിടെ. അപ്പൊ ഒരു സന്തോഷമായില്ലേ? അല്ലേ? കറണ്ട് പോയി കഴിഞ്ഞാൽ എന്താ ആദ്യം ചെയ്യുന്നത്? നമ്മള് നേരെ വാതിൽ തുറന്ന അയൽവക്കത്തേക്ക് നോക്കും. അവിടെ കറണ്ട് ഇല്ലാന്ന് പറഞ്ഞ തീർച്ചയായിട്ടും എത്ര കണ്ട് ഈ ജീവിതം കൊണ്ട് നമുക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ സാധിക്കുമോ? അതേ ഉള്ളൂ. അതാണ് നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ദാനം എന്ന് പറയുന്നത്. അതിനൊക്കെ ഗുരുവായൂരപ്പൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആരും ഒറ്റയല്ല, എല്ലാവരും ഒറ്റയാണ്. അങ്ങനെ ചിന്തിക്കണ്ടേ? ആരും ഒറ്റയില്ല എന്നുള്ള, എല്ലാവരും ഒറ്റയാണ്. എത്ര പണം ഉണ്ടായാലും എത്ര ബന്ധുബലം ഉണ്ടായാലും ഈ ശ്വാസം അങ്ങോട്ട് പോകുമ്പോൾ ആരെങ്കിലും പിടിച്ചു നിർത്തുവോ? ആരെങ്കിലും പിടിച്ചു നിർത്തുവോ? ഒരുത്തരും പിടിച്ചു നിർത്തുകയല്ല. അവിടെ നമ്മുടെ കൂടെ കണ്ണൻ മാത്രമേ നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ എന്ന് ചിന്തിക്കുക. ആ കണ്ണനെ എപ്പോഴും കൂടെ കൊണ്ട് നടക്കൂ. എപ്പോഴും നമ്മുടെ ഉള്ളിൽ ആനന്ദം ഉണ്ടാവും. അതാണ് പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേവാവശിഷ്യത. ഈ പൂർണ്ണമായിട്ടുള്ള സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള ആ കണ്ണൻ നമ്മളുടെ മനസ്സിൽ പൂർണ്ണമായിട്ട് എപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ എവിടെയാ ദുഃഖം? ഒരു ദുഃഖവുമില്ല. ആനന്ദം 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 പരമാനന്ദം മാത്രം. അങ്ങനെയൊക്കെ നമുക്ക് എല്ലാവർക്കും സിദ്ധിക്കട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പതിവ് പോലെ ഇപ്പോഴും കപ്പല് കത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മളെപ്പോഴും ഈ ലോകത്തിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുക അല്ലേ? നമുക്ക് നമ്മളുടെ ഗൃഹം, നമ്മളുടെ ബന്ധുക്കള് അങ്ങനെ ഇതിൽ നിന്നൊക്കെ വിട്ട് അതൊന്നും ശാശ്വതമല്ല അവിടെ. ഇപ്പൊ പലതും നമ്മൾ ചിന്തിക്കുന്ന വാർത്തകൾ കേൾക്കുമ്പം എത്ര എത്ര ദുഃഖങ്ങൾ അല്ലേ? ഇപ്പം വന്യമൃഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നടക്കുന്ന ഒരു അവസ്ഥ. കടുവയും പുലിയും ഒക്കെ വയനാട്ടിലും അല്ലെ മലപ്പുറത്തും ഒക്കെ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലുള്ള ദുഃഖങ്ങൾ നമ്മൾ അനുഭവിക്കുകയാണ് അവിടെ. അങ്ങനെ വരുമ്പം അങ്ങനെ വരുന്ന ആ ദുഃഖങ്ങളെയൊക്കെ ഇല്ലാണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ഗുരുവായൂരപ്പനോട് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലെ? നമുക്കിപ്പോ കുറച്ചു പേർക്ക് ഈ ഭാഗവത കുടുംബത്തിലേക്ക് പുതിയതായിട്ട് ഓരോരുത്തരൊക്കെ വരുന്നുണ്ട്. അങ്ങനെ വരുന്നവരൊക്കെ എല്ലാവരുടെയും മനസ്സിനെ നമ്മൾ ശുദ്ധമാക്കിക്കൊണ്ട് ഒരേ രീതിയിൽ പ്രാർത്ഥനയിലേക്ക് എത്തിക്കുകയാണ് അവിടെ. അതിലല്ലേ നമ്മൾ രാവിലെ ഉണ്ണിക്കണ്ണനെ ധ്യാനിക്കുകയും അല്ലെ? നമ്മുടെ മനസ്സിൽ നിന്ന് എല്ലാം പോകണം. എല്ലാം പോയി ഈ പറഞ്ഞതുപോലെ തന്നെ ആനന്ദം മാത്രം നിറച്ചു വെച്ചുകൊണ്ട് നമുക്ക് ഗുരുവായൂരപ്പനോട്
നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലെ, കണ്ണുകളും കാതുകളും അതുപോലെ തന്നെ വർത്തമാനം പറയാൻ സാധിക്കാത്തവര്, കാണാൻ സാധിക്കാത്തവര്, ഒന്ന് ആലോചിച്ച് നോക്കൂ. കണ്ണ് കാണാൻ വേണ്ടി യോജിക്കാത്തവരുടെ അവസ്ഥ. നമുക്കതൊന്നുമില്ലല്ലോ, ഗുരുവായൂരപ്പൻ തന്നിട്ടില്ലല്ലോ. അപ്പം അവരെയൊക്കെ ഒന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് എത്ര കാരുണ്യാണ് ഭഗവാൻ തന്നിരിക്കുന്നത്. ചെവി കേൾക്കാൻ സാധിക്കുന്നില്ല, ഭാഗവതം വായിക്കുന്നത് കേൾക്കാൻ സാധിക്കുന്നില്ല, ആലോചിച്ച് നോക്കൂ. വർത്തമാനം പറയാൻ പറ്റുന്നില്ല, നാരായണാന്ന് ജപിക്കാൻ പറ്റാത്തവര്, അവർക്ക് വേണ്ടിയിട്ട് നമുക്കൊരു നാരായണൻ ചിന്തിക്കരുതോ? ഇല്ലേ, അങ്ങനെ നമുക്ക് ചിന്തിക്കരുതോ? അവിടെ അവർക്ക് വേണ്ടിയിട്ട്, നമുക്ക് അവർക്ക് വേണ്ടിയിട്ടൊക്കെ ജീവിക്കാൻ സാധിക്കണം. അതുപോലെ തന്നെ കണ്ണും കാതും കിട്ടിയിട്ട് ആക്സിഡന്റിൽ നഷ്ടപ്പെടുന്നവര്, നമ്മൾ ദിവസവും രാവിലെ ഇതെല്ലാം ഒന്ന് ചിന്തിക്കാൻ സാധിച്ചാല് നമുക്ക് എന്ത് അഹങ്കരിക്കാനാണ് ഈ ജീവിതത്തിൽ? ഒന്നുമില്ല. തീർച്ചയായിട്ടും ലോകത്തിന്റെ ദുഃഖങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ലോക ദുഃഖം എന്ന് പറയുന്നത് എന്താണ്? ഇതൊക്കെ തന്നെയാണ്, അല്ലെ? അതുപോലെ തന്നെ മൃഗങ്ങളുടെ അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. അവരെ ആരാണ് പരീക്ഷിക്കാനുള്ളത്? ആരുമില്ല. എല്ലാവരും തന്നെയാണ്, എല്ലാവരെയും പരീക്ഷിക്കുന്ന ഈശ്വരനാണ്. നമുക്ക് തോന്നലാണ് നമുക്കൊരു മുഖ്യമന്ത്രി ഉണ്ടെന്നും നമുക്കൊരു പ്രധാനമന്ത്രി ഉണ്ടെന്നും. അതൊന്നും ശാശ്വതമല്ല. നമുക്ക് നമ്മൾ തന്നെയുള്ളൂ നമ്മളെ രക്ഷിക്കാൻ, വേറെ ആരുമില്ല. ഈ സത്യം നമ്മൾ എപ്പോഴും ഉറപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് സ്വതന്ത്രമായിക്കൊണ്ട്, എങ്ങനെയാണോ പറവുകൾ ആകാശത്ത് സ്വതന്ത്രമായിക്കൊണ്ട് പറക്കുന്നത്, അതേപോലെ ആരോടും ഒരല്ലലില്ലാതെ സുഖമായിട്ട് ഈ ജീവിത സാഹചര്യത്തിൽ നമുക്ക് പറന്നു പോകാൻ സാധിക്കും. അങ്ങനെ പറക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മളുടെ മനസ്സിനെ നമ്മൾ വേണ്ട പോലെ സമാധാനപ്പെടുത്തി ശാന്തമാക്കി ഒരു ദുഃഖവും നമ്മളെ ബാധിക്കാത്ത രീതിയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും. അതിന് ഗുരുവായൂരപ്പനോട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഒരേ ഭാവത്തിൽ ഒരേ സ്വരത്തിൽ ആ ജ്വരസ്തുതി ചൊല്ലി ഭാഗവതത്തിലേക്ക് പ്രവേശിക്കാം. ജ്വര ഉവാചാം നമാമി ത്വാനന്ദശക്തിം പരേശം സർവാത്മാനം കേവലം ജ്ഞപ്തിമാത്രം വിശ്വോൽപത്തിസ്ഥാന സംരോധഹേതും യത്തൽ ബ്രഹ്മലിംഗം പ്രശാന്തം കാലോ ദൈവം കർമ്മജീവ സ്വഭാവോ ദ്രവ്യം ക്ഷേത്രം പ്രാണ ആത്മാവികാര തത്സംഘാതോ ബീജരോഹ പ്രവാഹസ്ത്വന്മായേഷാ തന്നിഷേധം പ്രപദ്യേ നാനാഭാവേ ലീലൈവോപപന്നേർദേവ സാധൂം ലോകസേതൂൻ ബിഭർഷി ഹംസ്യോന്മാർഗാൻ ഹിംസയാ വർത്തമാനാൻ ജന്മൈതത്തെ ഭാരഹാരായ ഭൂമേഃ തത്തോഹം തേ തേജസാ ദുസ്സഹേന ശാന്തോഗ്രേണാത്യുൽബണേന ജ്വരേണ താവത്താപോ ദേഹിനാം തേഘ്രിമൂലം നോ സേവേരൻ യാവദാശാനുബദ്ധാഃ താവത്താപോ ദേഹിനാം തേഘ്രിമൂലം നോ സേവേരൻ യാവദാശാനുബദ്ധാഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.